ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம கும்பலாங்கி நைட்ஸில் வந்து பார்த்தீங்கன்னா சீன் 2 தான் இன்றைக்கி வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 1 ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பக்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்க. நம்ம சேனல் ஃபகத் ஃபாசில், அதுக்கப்புறம் வந்து ஷோபின், இவங்கெல்லாம் வந்து பார்த்தீங்கன்னா நடிச்சிருக்காங்க. ஒரு ஃபேமிலியில் வந்து பிரச்சனை யாரும் அவங்க வந்து அண்ணன் தம்பியா இல்லை அப்பாவும் பையனா என்ன சொல்லுறதில்ல, 2 பேரும் கட்டி போட்டு வந்து புரண்டு சண்டை போட்டுவாங்க. ஷோபினா ஒரு இன்னொருத்தரும் வந்து சண்டை போட்டுவாங்க. என்னன்னு சொல்லி தெரியல. சீன் 2 பார்த்தா தான் தெரியும். ஃபர்ஸ்ட் நம்ம வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. வாங்க வீடியோக்குள்ள போகலாம். மறக்காம லைக் பண்ணிருங்க. റാണിനോട്ട് അതല്ലേ മാസ് എപ്പോടാ മാസ് കളിക്കാൻ ആളിയല്ലേ ബുദ്ധി ഉപയോഗിക്കണം. மண்டையில மசாஜ் பண்ணி ഫ്രാങ്കി നീ എപ്പോടാ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ എന്താണ് ചെസ്സാ ബോളോ എന്താ? അല്ല മച്ചാനെ, വേറെ സീനാണ്. എന്താടാ? എടാ നമ്മുടെ സിമിച്ചേച്ചില്ലേ, സിമിച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ആടാ പുതിയ പേരൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താടാ അയാളുടെ പേര്? ഷമ്മി. ഷമ്മിയ? ഷമ്മി. ഞാൻ പറയുമ്പോഴേക്ക് ബോടിച്ചാൽ ഓണർ വിളിച്ച് കളി തീർത്തി പാട്ടാ. അവിടെ വേറെ പറമ്പില്ലാത്തോണ്ടല്ലേ? ആ ടക്കൂല ഡയലോഗ് അടിയൊക്കെ കുറവുണ്ട് കഴിഞ്ഞു. ആളെനിക്ക് സീരിയസ് ആണ്. എന്ത് അതൊന്നും കാര്യാക്കണ്ട, നമുക്ക് കയറി കളിക്കാം. അതല്ലടാ, ആളത്ര വെടിപ്പല്ല, ഇച്ചിരി വശമാണ്. ஏய் எவ்வளோ டிஃப்ரெண்ட் தெரியுது பாருங்க. ஆவேசத்தில் எப்படி இருக்காரு, இதில் எப்படி இருக்காரு. Raymond, the complete man. ആരടത്? பாவம். എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല, ഞാൻ അവന്റെ ബൈക്ക് ഇവിടെ തരാൻ ശമിച്ചേട്ടൻ കുളിക്കാ കേറി. വേണ്ട, അവൻ കുളിക്കാൻ കയറി കുറെ സമയം എടുക്കും. ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ പോട്ട്. എന്താണ് ശൂരമടിയായിട്ടാണ്? അതല്ല, ഇഡലി ഉണ്ട്, ഇഡലി. വേണ്ട മോളെ, ബാ കേറ്. ഇതാവും ഫുഡ് കഴിക്കുന്ന പ്ലേറ്റാണ്, ശരി അവൻ കഴിക്കുള്ളൂ. പ്രത്യേക ടൈപ്പാണ്. അതിനിപ്പ ഉണ്ടാവും, കുറെ ശീലല്ലേ. ബേബി മോള് 3-4 കൊല്ലം മുമ്പ് ഒരു കുപ്പിപ്പല്ല കുടിച്ചോണ്ട് പട്ടച്ചാരം കൊണ്ട് കഴിച്ച് കൊട്ടാരം വെക്കുന്ന അമ്മ അമ്പലത്തിൽ പോയിക്കണേ. ചോദിച്ചു കേറുന്ന എന്നാല് പോട്ടെ. ചേട്ടാ കവലയിലേക്ക് ആണെങ്കിൽ ഞാൻ ആക്കി തരാം. വേണോ? അവള് കവലയിലേക്ക് ആക്കി തരുമെന്നേ. വേണ്ട മോളെ. അല്ലേട്ടാ ഇവിടെ അല്ലേ, കുഴപ്പമില്ല, ഞാൻ ആക്കി തരാം. വേണ്ട മോളെ. என்ன லாங்குவேஜ் அம்மாடி, வேற மாதிரி. Govi, Govi, Govi. സുമിച്ചില്ല അവിടെ ഒക്കെ അടിച്ചോളെ. എന്റെ വീടിന്റെ അടുത്തില്ലേ, അവിടെ ഓക്കെ എന്ന് പറഞ്ഞോളെ. പോളാ നാളെ എന്റെ അമ്മയാണ് സത്യം. ഹലോ, എത്തിയാ? വേഗത്തെ ഞാൻ വന്നിട്ടാണ്. ബ്രോ
ഇറങ്ങി വീശടാ പോർക്കെ. ഇത് ഗോപി, മൈ ഫ്രണ്ട്. ആ ഹായ് ബോബി. ഹലോ. റിസോർട്ടിലാണോ വർക്ക്? ആ ഞാനിവിടെ കല്ലഞ്ചേരിയിലാണ് വർക്ക് ചെയ്യണം. അവിടെ എന്താണ്? ഞാൻ ഗസ്റ്റ് മാനേജ്മെന്റ് ആണ്. കുട്ടി എനിക്ക് തോന്നുന്നു ഒരു ട്രൂ ലവ് ടൈപ്പ് ആണ്. ലൈക്ക് ബാഹ്യ സൗന്ദര്യത്തിലൊന്നും വിശ്വസിക്കാത്ത. വിശ്വാസം ഉണ്ടല്ലോ. ആര് പറഞ്ഞു? പ്രശാന്തേ ആ ഗ്ലാസ്സിൽ ഇത് വേറെയാ? ഓക്കെ കറക്റ്റ് വിനായകന്റെ സൈഡ് കിട്ടില്ലേ? Love you, baby. Today I want to drink ഇങ്ങടന്നെ. One drink ഇങ്ങടുത്താ. തീരദേശ ഹൈവേ ഒരു റൗണ്ട് ഇട്ടു. ഒരു 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചേക്കും. 50 രൂപയ്ക്ക് അതിനെ കണ്ടെത്തിക്കാം. ടേക്ക് കെയർ മാൻ. எல்லா ஃப்ரெண்ட்ஸும் வண்டி வாங்கும்போது அதான் ஒரு 100 ரூபாய்க்கு பெட்ரோல் போட்டுக்கு. ആ ഇറങ്ങണോ മോനെ? ഇതാ ചന്ദനം. ക്ഷമിച്ചേട്ടാ വൈകിട്ട് ഇത്തിരി നേരത്തെ വരുമോ? ചിറ്റപ്പന്റെ വീട്ടില് ഡിന്നർ പറഞ്ഞിട്ടുണ്ടേ. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? വിരുന്ന്. അയ്യോ, നേരത്തെ ഇറങ്ങണ നടക്കൂല നമ്മളെ. അവര് കളിയാക്കും. ഇപ്പൊ താമസം ഇറങ്ങുന്ന നടക്കട. ഡീറ്റെയിലും പോയപ്പോഴേ അങ്ങനെ സെറ്റ് ചെയ്യും. ഞാൻ എത്തിക്കോളാം. கண்ணு தான் அது முறைக்குதா, அந்த கண்ணு வந்து எப்படி அன்பா பார்க்கதானே தெரியல. എടാ മോനെ, നല്ലൊരു വല വലിച്ചു കെട്ടിട്ട് കളിച്ചോ. ക്രിക്കറ്റ് കളിച്ചോ. 4 അടിച്ചിട്ടേ. ஐயோ போச்சு. ஐயோ போச்சு. ஓ എന്ത് മേടിക്കണം നമ്മള്? நானே பேடிச்சிட்டேன். കേറിപ്പോ കളറു ജയിലോട്ട്. ശരിക്കും നമ്മളെ ആണുങ്ങൾക്കാണ് ലേഡി ബേർഡ് വേണ്ടത്. നമ്മൾ ഈ എഴുന്നേറ്റ് ഔട്ടുമല്ല, എഴുന്നേറ്റ് കാല് കെട്ടി വീഴാൻ നേരത്ത് പെട്ടെന്ന് നീളത്തിലുള്ള കമ്പിയാണെങ്കിൽ മനസ്സിലായില്ലേ, അത് ഇതാവൂലേ. ലേഡി ബേർഡ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. എടുക്കട്ടെ? എനിക്ക് വേണ്ട ചേട്ടാ. ഒരു ചായ കുടിക്കട്ടെ? വേണ്ടാത്തത് കൊണ്ടാ. നമുക്കൊന്നുമില്ലടാ. താൻ ആദ്യം എടുത്തതിന്റെ കാശ് ഉണ്ടാക്ക്, എന്നിട്ട് മതി. ആശ്രത്തെ ആല് മുളച്ചിരിക്കുന്ന നാണം കെട്ടവരുമായിട്ടുള്ള കച്ചവടം ഞാൻ നിർത്തി. നീ ഇവിടെ പറഞ്ഞ എടുത്തോടാ, നീ ഫ്രീ ആയിട്ട് തരാം. ഇല്ല വേണം. ഫ്രീ ആയിട്ടോടെ കാശുണ്ടല്ലോ വീട്ടില്. വേണ്ടാന്ന് சொல்றல்ல. ഒരു 50 കടം തരൂ. കടമെല്ലാം തരമാട്ട. നമ്മൾ നാട്ടിൽ വന്നിട്ട് നമുക്കില്ലെന്നാ തിന്നോട് കരിക്കും.
നിന്റെ നീ സാധനം ഉണ്ടല്ല, അത് എനിക്ക് മാത്രം അടിച്ചിട്ടുള്ളൂ. അത് നീ മറക്കണ്ട കേട്ടാ. ഇത്ര പോടാ. ഓ മൂടുപോയി മൂടുപോയി മൂടിപ്പോയി മൂടി അമ്പതിന് കട ചേച്ചി പോലെ ആൾക്കാർ മൂടിപ്പോയി. മൂടുപോയി മൂടുപോയി. ശേ പൂട്ടിയോ പൂട്ടി പൂട്ടിയോ. നമുക്ക് മാറിപ്പോ അടിക്കുന്നു. പൂട്ടാ മാറിപ്പോ അടിക്കുന്നു. എടാ ഓസി 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 ഓസിയാറാണ് ഏട്ടാ. നോക്കുമ്പോഴേ ദേവി ചാടല്ലേ കുളത്തിൽ തെങ്ങിന്റെ കിടപ്പുണ്ടത്. என்ன வேணும் இவருக்கு, அண்ணனா இல்ல அப்பாவான்னு சொல்லி தெரியல. ஐயோ ചിക്കനാ. ஐயோ ഇവിടെ കിടന്നെങ്ങാനും ഷോ വരക്കാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെ കാലേ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിയിട്ട് നല്ല വീക്കി പോട്ടാ ബോണി പറയാൻ പറഞ്ഞു. വീട്ടിലേക്ക് വേണം കാണിച്ചാ നിന്നേക്കാം. സ്പീക്കറിലെ കുറിയാണ്. അതാണ് എപ്പോഴും എന്റെ വീട്ടിൽ കാണാവോ? ഹലോ ഹലോ ചിറ്റി. എല്ലാരും ഉണ്ട്. സിമി, ബേബി മോള്, ഇതിന്റെ ചേച്ചി മാത്രം വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ മണവാളൻ ഷമ്മി. ഷമ്മിക്ക് എങ്ങനെയുണ്ട്? മുടിക്കനല്ലേ? ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോട്ടോ. ഷൂ വിന്താലുവിന്റെ കാര്യം ഞാൻ മറന്നു. ഞാനിപ്പോ വിളിക്കാട്ടോ നിന്നെ. ചേച്ചി ആൽബം കിട്ടിയാ? ഇല്ലടോ, അടുത്ത ആഴ്ച കിട്ടപ്പോ കൊണ്ടുവരാട്ടോ. നീ തന്നെ അങ്ങോട്ട് വിളമ്പി കൊടുക്ക. വെച്ചോണ്ടിരിക്കാണ്ട് കഴിക്കടി. ചിറ്റപ്പൻ നല്ല കുക്കാട്ടോ. ശരി, നമ്മളെങ്ങനെ വലിയ കുക്കൊന്നും. മോനെ, ഇവളുടെ ചിറ്റയെ കിട്ടി ഞാനിവിടെ വന്നിരുന്നപ്പോ നമ്മൾ അടുക്കളയിൽ കയറി കുറെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അത് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. മോനും ചിലപ്പോ അങ്ങനെ ചൊറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോൻ അത് മൈൻഡ് ചെയ്യണ്ട. ഞാനങ്ങനെ ആരും ഉപദേശിക്കാറില്ല. നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് എനിക്ക് മോനോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം. ഒന്ന് രണ്ട് തൂവല് വ്യത്യാസം വെച്ചിട്ടാ ഞാൻ മാന്യമായിട്ടൊരു പണിക്ക് പോണുണ്ട്. ചിറ്റപ്പനോട് വിളിക്കുന്ന ബീഫ് എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അത് പിന്നെ ചിറ്റപ്പാ ഉള്ള കാര്യം പറയാലോ. എന്തായാലും എത്ര വന്നിട്ടില്ല കേട്ടോ. കഴിക്കരുത്, നല്ല കോമഡി അടിച്ച് മാനേജ് ചെയ്തത്
അല്ലെ ചിറ്റപ്പൻ ശരിക്കും ഫീൽ ആയി പോയത്. നന്നായിരുന്നു. റീത്ത് വെച്ചോണ്ടായിരുന്നു. சூப்பராக இருந்துச்சு. அந்த ஷோபினுக்கும் அவருக்கும் வந்து சண்டை வந்துக்கிட்டே இருக்கு. என்னன்னு சொல்லி தெரியல. அவர் வந்து பையனா இல்லை அவரோட தம்பி என்னன்னு சொல்லி தெரியல. 2 பேரும் வந்து அடிச்சுக்கிறாங்க. அதெல்லாம் வந்து சேட்டன் ஃபகத் ஃபாசில் வந்து நடிப்பாருன்னு சொல்லிட்டு எல்லாத்துக்கும் தெரியும். இந்த மூவில வந்து அந்த கல்யாணம் ஆயிட்டு அவர் அதான் சொல்கிறேன், அவரோட அந்த பார்வையை வந்து புரிஞ்சுக்க முடியல. அவர் வந்து மனசுக்குள்ள என்ன நினைக்கிறாரு, கோவப்படுறாரா, சிரிக்கிறாரா, அந்த அளவுக்கு வந்து பார்த்தீங்கன்னா கண்ணே வந்து அவரோட வந்து ஆக்ட் பண்ணது சூப்பராக இருந்துச்சு. சமைக்க அது எல்லாம் உட்காந்து சாப்பிட்டுட்டு இருக்கும்போது வந்து ஏதோ ஒன்று சொல்லிட்டாரு, இவங்க வந்து மேனேஜ் பண்ணிட்டாங்க அப்படின்னு சொல்லிட்டு வந்து காமெடி பண்ணாங்க. நல்லா இருந்துச்சு. ஓகே, இந்த வீடியோ அந்த கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணி நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம்.